നമ്മുടെ സംസ്ഥാനത്ത് കത്തിക്കാളി നിൽക്കുന്ന ഒരു വിഷയമാണ് മുനമ്പം പ്രശ്നം. ഒരു സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ ആ മുനമ്പം പ്രശ്നം യാതൊരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് പരിശോധിച്ച് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആർക്കു വേണ്ടിയുള്ള വക്കാലത്തും ഈ എപ്പിസോഡിൽ ഇല്ല. വസ്തുത എന്താണെന്ന് മാത്രം മനസ്സിലാക്കി നിങ്ങൾക്ക് നൽകുന്നു. ഏതൊരു എപ്പിസോഡായിരുന്നാലും ആർക്കും വേണ്ടിയും നൽകുന്ന എപ്പിസോഡുകൾ ആരെയെങ്കിലും പിന്തുണച്ചുകൊണ്ടോ ആരെയെങ്കിലും വിമർശിച്ചുകൊണ്ടോ ഉള്ള എപ്പിസോഡുകളല്ല. വസ്തുത എന്താണ് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഈ വഖഫ് സംബന്ധിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് മുമ്പ് ചെയ്തിരുന്നു. ഈ എപ്പിസോഡ് കാണുന്നവർ ആ മുൻ എപ്പിസോഡ് കൂടി കാണുന്നത് നന്നായിരിക്കും. കാരണം എന്താണ് വഖഫ് എന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഈ മുനമ്പം പ്രശ്നവുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നല്ലതാണ്. ഈ മുനമ്പം പ്രശ്നം പറയുമ്പോൾ വെറുതെ മുനമ്പം പ്രശ്നത്തിലേക്ക് നേരിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ മുനമ്പം പ്രശ്നം ഉണ്ടായതിൻ്റെ ഒരു നാൾ വഴിയുണ്ട്. അതിൻ്റെ ഒരു സ്റ്റോറി തന്നെയുണ്ട്. ആ സ്റ്റോറി ഗുജറാത്തിൽ നിന്നും അബ്ദുൽ സത്താർ സേട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി 1902 കൊച്ചിയിൽ എത്തുന്നു. ഈ അബ്ദുൽ സത്താർ സേട്ടിന് തിരുവിതാംകൂർ മഹാരാജാവ് 406 ഏക്കർ ഭൂമി കൃഷിക്കായി പാട്ടം കൊടുക്കുന്നു. ഇതാണ് തുടക്കം കേട്ടോ. മുനമ്പം പ്രശ്നത്തിലേക്ക് വരുന്നതിൻ്റെ തുടക്കം ഇങ്ങനെയൊക്കെയാണ്. പാട്ടം കൊടുത്ത ഈ ഭൂമി 1948 അബ്ദുൽ സത്താർ സേട്ടിൻ്റെ പിൻഗാമി ആയ സിദ്ദീഖ് സേട്ടിന് മഹാരാജാവ് തീരെഴുതി നൽകുകയും ചെയ്തു. 406 ഏക്കറാണെന്ന് ഓർക്കണം. ഈ സിദ്ദീഖ് സേട്ട് 1948 ഓഗസ്റ്റ് 12 കോഴിക്കോട് ഫാറൂഖ് കോളേജിന് ഈ ഭൂമി കൊടുക്കുന്നു. അദ്ദേഹം ഇത് വഖഫ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നതിന് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമി വഖഫ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അന്ന് അദ്ദേഹം ഇതിനു വേണ്ടിയുള്ള കാരണമായി സ്വയം കണ്ടെത്തിയത്. 1950 നവംബർ 1 ഈ ഭൂമി എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്ട്രേഷൻ നടത്തുന്ന നടപടികളും സംഭവിച്ചു. പക്ഷേ ഈ സംഭവത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട്. അത് എല്ലാവരും അടിവരയിട്ട് കാണേണ്ടതാണ്. ഈ സബ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഈ ഭൂമിയിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. കോളേജിന്, അതായത് ഫാറൂഖ് കോളേജിന്, കോഴിക്കോട് ഫാറൂഖ് കോളേജിന് ഈ ഭൂമി ആവശ്യമില്ലാതെ വരുമ്പോൾ സേട്ടിനോ സേട്ടിൻ്റെ അവകാശികൾക്കോ ഈ ഭൂമി തിരിച്ചു നൽകണം എന്നുള്ളതായിരുന്നു അതിലെ ഒരു വ്യവസ്ഥ. ഈ വ്യവസ്ഥ തന്നെ ശരിക്കു പറഞ്ഞാൽ വഖഫിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്ന് പറയാതെ വയ്യ. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന വസ്തു എന്നുള്ളതാണ്. അത് പുണ്യകാര്യങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും സമുദായ ക്ഷേമത്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വഖഫ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ വഖഫ് ചെയ്യപ്പെടുന്ന വസ്തുവിന്മേൽ പിന്നീട് ഒരു തിരിച്ചെടുക്കൽ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഇല്ല. അത് റദ്ദാക്കലുമില്ല എന്നുള്ളതാണ് വഖഫ് നിയമത്തിൽ പറയുന്നത്. പക്ഷേ 1950 അദ്ദേഹം ഇങ്ങനെ ഒരു കണ്ടീഷൻ കൂടി വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷേ ഇപ്പം നിങ്ങൾ അറിയാനുള്ള ഒരു കാര്യം, ഈ ഫാറൂഖ് കോളേജ്, കോഴിക്കോട് ഫാറൂഖ് കോളേജ് അധികൃതർ ഈ വസ്തുവിൽ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതുവരെയും ആ വിഷയം അവർ എവിടെയും ഒരു പരാതിയായിട്ടോ മറ്റോ കൊണ്ടുവന്നിട്ടില്ല. ഈ പറയുന്ന ഇത്രയും ഏക്കർ ഭൂമി, 406 ഏക്കർ ഭൂമിയും ഫാറൂഖ് കോളേജുകാർ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഇതിനു വേണ്ടി ഇതിൻ്റെ ഈ വസ്തുവകകളുടെ ഒരു മേൽനോട്ടത്തിനായി 2 വക്കീലന്മാരെ അവർ ചുമതലപ്പെടുത്തിയിരുന്നു. അതിലൊന്ന് അഡ്വക്കേറ്റ് MV പോൾ എന്ന വ്യക്തിയാണ്. മറ്റൊരാൾ മൈക്കിൾ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റുമാണ്. ഇവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. കാരണം 1950 ഈ സംഭവം നടന്നിരിക്കുന്നത്. ജീവിച്ചിരിപ്പില്ല എന്ന് ഞാൻ തീർത്തും പറയുന്നില്ല, എനിക്കറിയില്ല. എന്തായാലും അവരുടെയാണ് ഇത് നോക്കാൻ ഏൽപ്പിച്ചിരുന്നത്. ഇവർക്ക് പിന്നീട് പവർ ഓഫ് അറ്റോർണിയും കൊടുത്തിരുന്നു. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം,
ഒരു കാര്യം ചെയ്യാൻ മറ്റൊരാളിനെ നിയമപരമായി അധികാരപ്പെടുത്തുന്നതാണ് പവർ ഓഫ് അറ്റോർണി. ഈ പവർ ഓഫ് അറ്റോർണിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. പവർ ഓഫ് അറ്റോർണി നൽകിയത് എന്തെല്ലാം കാര്യത്തിനാണ്? ഈ വസ്തുവകകൾ നോക്കി നടത്താനാണോ? വസ്തുവകകൾ വിൽക്കുന്നതിനുള്ള അധികാരം നൽകിയതാണോ? അതോ ഈ വസ്തുവകകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കോടതി വിഷയങ്ങൾ വരുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണോ? ഇതൊക്കെയാണോ പവർ ഓഫ് അറ്റോർണി നൽകിയത് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഈ പവർ ഓഫ് അറ്റോർണി ലഭിച്ച ഈ 2 വക്കീലന്മാരും ഡേറ്റ് ക്ലിയർ അല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് അത് മറിച്ചു വിൽക്കുകയാണ് ഉണ്ടായത്. ഈ ഭൂമി മത്സ്യത്തൊഴിലാളികൾക്ക് മറിച്ചു വിറ്റു. സംഭവം അവിടെ നിൽക്കുന്നു. തുടർന്ന് നമുക്ക് 2007 വരാം. 2007 അന്നൊന്നും ആ പ്രശ്നമൊന്നും ആരുടെയും ശ്രദ്ധയിൽ വരുന്നില്ല, ആരെയും ഉയർത്തുന്നില്ല. വിഷയം അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പവർ ഓഫ് അറ്റോർണിയുടെ അടിസ്ഥാനത്തിൽ ഈ 2 വക്കീലന്മാരും ഈ വസ്തു മറിച്ചു വിറ്റു, ഇല്ലെങ്കിൽ കൊടുത്തു. മറിച്ചു വിറ്റു എന്ന് പറയുന്നതല്ല, കൊടുത്തു. 2007 അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് ഈ വഖഫ് വസ്തുവിൻ്റെ ഈ കൈമോശം വന്നത് സംബന്ധിച്ച് വഖഫിന് കിട്ടിയ ഭൂമികൾ നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചു. അത് ജസ്റ്റിസ് MM നിസാറാണ് ആ കമ്മീഷൻ്റെ ചെയർമാൻ. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം സ്റ്റേറ്റിലുടനീളം പഠിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് കേട്ടോ, മുനമ്പം മാത്രമല്ല. 23 സ്ഥലത്ത് ഏകദേശം 600 ഏക്കറോളം ഭൂമി, വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടതായി അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം ഈ കമ്മീഷൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. അദ്ദേഹം അത് റിപ്പോർട്ടായി നൽകി. ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ വഖഫ് ഭൂമി നഷ്ടപ്പെട്ടത് മുനമ്പത്താണെന്നും 407 ഏക്കർ ഉണ്ടായിരുന്ന അതിൽ നിന്നും 188 ഏക്കർ ഭൂമി ഈ വിൽപ്പന നടന്നു പോയി എന്നും അതിൽ 22 ഏക്കർ കടൽ എടുത്തു പോയി എന്നും ബാക്കി 196 ഏക്കർ മാത്രമേ ബാക്കി ഉള്ളൂ എന്നുമായിരുന്നു ആ റിപ്പോർട്ട്. 2010 ഈ റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിക്കുന്നതും വഖഫ് വസ്തുക്കൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ആ നടപടികൾ തുടരുന്നതിനിടയ്ക്ക് കോളേജുകാർ ഇതുവരെയായിട്ടും അന്നു മുതൽ ഇന്ന് വരെ ഒരു പരാതിയും ഈ ഫാറൂഖ് കോളേജ് അധികൃതർ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടില്ല. ഇത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി അവരൊരു ശ്രമവും നടത്തിയിട്ടും ഇല്ല. ഇങ്ങനെ പലരുടെയും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് എഴുതി കൊടുത്തതായ ഈ ഭൂമി ഹൈക്കോർട്ടിൽ ഇത് സംബന്ധിച്ച് 2016 ഒരു വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഒരു കേസ് ഫയൽ ചെയ്തു. അതിൽ മുനമ്പത്ത് ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നതും ആയി ബന്ധപ്പെട്ട ഒരു പരാതി അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഈ കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ച് ഒരു നിർദ്ദേശം നൽകിയത്. ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം പോയത്. തുടർന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ അവർക്ക് കിട്ടിയ ഭൂമിയിൽ കരം ഒടുക്കിക്കൊണ്ടിരുന്നതൊക്കെ ഗവൺമെൻറ് സ്റ്റേ ചെയ്തു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രത്യേക ഉത്തരവ് മുഖേന ഇവർക്ക് കൈമാറി കിട്ടിയ ഈ ഭൂമിയിൽ കരം ഒടുക്കുന്നതിന് അനുവാദമെല്ലാം കൊടുത്തിരുന്നു. പക്ഷേ തുടർന്ന് കേസ് ഹൈക്കോടതിയിൽ വരുന്നതിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശത്തോട് തുടർന്ന് തന്നെ ഈ അന്നത്തെ സർക്കാർ ഈ കരം ഒടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റേ ചെയ്തു. ഇതോടുകൂടി ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ലോൺ എടുക്കാനോ മറ്റോ ഒന്നും കഴിയാതെ പോയി, വിൽക്കാനോ കഴിയാതെ പോയി, ആരും വാങ്ങാതെയുമായി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച് കഴിഞ്ഞ വസ്തുതകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചു പിടിക്കൽ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഇല്ല എന്നുള്ളതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മുനമ്പത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ആ ഭൂമിക്കുള്ള അവരുടെ അവകാശത്തിനെ സംബന്ധിച്ച് തർക്കം ലീഗലായി തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വഖഫ് കിട്ടിയ ഭൂമിയാണ് എങ്കിൽ ഈ വഖഫ് ഭൂമി
ഈ പറയുന്ന വക്കീലന്മാർക്ക് പവർ ഓഫ് അറ്റോർണിയുടെ പേരിൽ ആരായാലും എയോ ബിയോ സിയോ എന്നുള്ളവർക്ക് മറിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് ചെയ്യാൻ പാടില്ലാത്ത, അതായത് വഖഫ് ഭൂമി മറ്റൊരാളിന് വിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു എക്സിസ്റ്റിംഗ് ക്ലോസ് ഉള്ള ഒരു അവസ്ഥയിൽ അത് പാലിക്കാതെ അത് വിൽക്കാൻ ഇടവരുത്തിയ ആളുകളാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ ഫറൂഖ് കോളേജുകാർ കാണിച്ച ഒരു ഉദാസീനതയാണ് യഥാർത്ഥത്തിൽ മുനമ്പത്തിലേക്ക് അവരുടെ തന്നെ ഭൂമി കൈമാറാൻ ഇടവരുത്തിയിട്ടുള്ളത്. ഈ ചെയ്ത ആളുകളെയാണ് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ളത്, അല്ലാതെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അല്ല. ഇത് അവർക്ക് നിയമാനുസരണം അവർ കാശ് കൊടുത്ത് അവർ ഈ ഭൂമി വാങ്ങി അവർ എത്രയോ നാളുകളായി കൈവശത്തിൽ വെച്ച് വീടും വെച്ച് അവർ സന്തോഷമായി ജീവിക്കുന്ന ഒരവസ്ഥയിൽ വഖഫിൻ്റെ പേര് പറഞ്ഞ് അവരുടെ ഭൂമി തിരിച്ചു പിടിക്കുന്നത് അന്യായമാണ്. നമ്മൾ പറയാനുള്ളത് അതിൻ്റെ മെരിറ്റിൽ കാണുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്ത വ്യക്തികളാണ് ഇതിന് സമാധാനം പറയേണ്ടത്. എനിക്ക് തിരിച്ചു വിൽക്കാൻ ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ അവകാശമില്ലാത്ത ഒരു ഭൂമി ഞാൻ ഒരാളിന് വിറ്റിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിയ ആളല്ല കുറ്റക്കാരൻ, കൊടുത്ത ആളാണ് കുറ്റക്കാരൻ. അങ്ങനെ വരുമ്പോൾ ഈ മുനമ്പം പ്രശ്നത്തിൽ കോഴിക്കോട് ഫറൂഖ് കോളേജ് അധികൃതർ അന്നു മുതൽ ഇത് ചെയ്യാൻ അനുവാദം നൽകിയ, പവർ ഓഫ് അറ്റോർണി കൊടുത്ത, പവർ ഓഫ് അറ്റോർണിയെ തുടർന്ന് ഇത് വിറ്റ ഇത്തരം പവർ ഓഫ് അറ്റോർണിയിൽ എന്തെങ്കിലും സാധൂകരണമുണ്ടെങ്കിൽ അതിന് വേണ്ടി വിൽക്കാൻ നിന്ന വക്കീലന്മാരെ പഴിചാരാനും പറ്റില്ല. എന്താണ് പവർ ഓഫ് അറ്റോർണിയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല. അത് ലഭിക്കുന്ന മുറയ്ക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വിഷയം ഇതാണ്. അപ്പോൾ മുനമ്പത്തെ സമരം എന്ന് പറയുന്നത് ശരിക്കും ന്യായമായ സമരമാണ്. അതിനകത്ത് ഒരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. വർഷങ്ങളായി അവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അവർ വാങ്ങിയതാണ്, വില കൊടുത്ത് വാങ്ങിയ ആളുകൾ ചിലപ്പോൾ മറിച്ചു വിറ്റിട്ടുണ്ടാവാം. എന്തായാലും കൈവശത്തിലിരിക്കുന്ന ആളുകൾ അവരുടെ കുറ്റം ചെയ്യാത്ത സാഹചര്യത്തിൽ അവരുടെ ഭൂമി തിരിച്ചു പിടിക്കുന്നത് ന്യായമല്ല. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ മുനമ്പം സമരത്തെ അനുകൂലിക്കുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ പാടില്ല എന്ന പക്ഷം തന്നെയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിപ്പോർട്ടുകൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ആ ആളുകളിൽ നിന്ന് അത് തിരിച്ചു പിടിക്കണം എന്നാവശ്യപ്പെടുന്നത് വേറെ 2 സംഘടനകളാണ്. ആ 2 സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം വികാരമൊക്കെ വലുതായിട്ട് ഉയർത്തി കാട്ടിക്കൊണ്ട് നിൽക്കുന്ന 2 സംഘടനകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ അത് ന്യായമല്ല എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ ഉള്ളൂ. ഈ വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തി നിയമപരമായ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഒരു വിഷയത്തെ സമീപിക്കാൻ. അതിനകത്ത് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടാൻ ആരാണോ കാരണക്കാരായ ആളുകൾ അവരാണ് ഇതിന് സമാധാനം പറയാനുള്ളത്. വഖഫ് വസ്തു മറച്ചു വയ്ക്കുന്നത് ഫറൂഖ് കോളേജുകാർ ചെയ്തത് ശരിയല്ല. കാരണം അവർക്ക് നിയമപരമായി അവകാശമില്ല. അങ്ങനെ അവകാശപ്പെടാത്തൊരു കാര്യം ചെയ്തെങ്കിൽ അവരാണ് ഇതിനകത്ത് കുറ്റക്കാർ. അവരിപ്പോൾ യഥാർത്ഥത്തിൽ പരാതിയുമില്ല, കോളേജുകാർക്ക് പരാതിയുമില്ല, കോളേജുകാർ അതിനകത്തൊന്നും ഇപ്പോൾ വാ തുറക്കുന്നുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് പറയാം, മുനമ്പത്തെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഈ വിഷയം അതിനകത്ത് രാഷ്ട്രീയമോ മതപരമോ ഒന്നും കലർത്തേണ്ടതില്ല. മനുഷ്യ സഹജമായ ഒരു തീരുമാനമാണ് നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടത്. അവരുടെ വസ്തു അവർ കൈകാര്യം ചെയ്ത് അവർ സന്തോഷകരമായി ജീവിക്കട്ടെ. വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഇപ്പോൾ തിരിച്ചു പിടിച്ച് അതിൻ്റെ ഒരു നിയമം നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് അത് ശരിയായ രീതിയിലുള്ള ഒരു നീക്കമായി നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. മുനമ്പം പ്രശ്നത്തെക്കുറിച്ച് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു വിഷയം വരുന്നെങ്കിൽ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. നന്ദി.